Welcome to Mr. Renji Educational YouTube channel. Please watch, share, subscribe and click bell icon for further use. എട്ടാം ക്ലാസ്സിലെ ഫിസിക്സ് അഥവാ ബേസിക് സയൻസിലെ ഫിസിക്സ് എന്ന ഭാഗമാണ്. അതിലെ മോഷൻ എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. നോക്കാം, ഇതിലൊരു ചിത്രമുണ്ട്. നോക്കാം, ആ ചിത്രത്തിൽ ഒരു കുട്ടി ഒരു അധ്യാപകനുമായിട്ട് ഒരു ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് അവിടെ, അല്ലെ? അപ്പൊ അധ്യാപകനുമായിട്ട് ഒരു ഗ്രൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടി ഒരു പ്ലെയിൻ നോക്കിയിട്ട് പറയാണ്, സർ, ഹൗ ഫാസ്റ്റ് ഡസ് ദ soaring plane flying out of sight? അപ്പോൾ സാറ് പറയാണ്, there is nothing so surprised about it. Aren't we two moving at a great speed? ഇപ്പം ചോദിക്കുന്നത് എന്താണ്, ഈ പ്ലെയിൻ എത്ര പെട്ടെന്നാണ് നമ്മളിന്ന് പ്രത്യക്ഷമായിട്ട് പോകുന്നത്, എത്ര വേഗത്തിലാണ് പോകുന്നത്, അല്ലേ? അതാണ് ചോദിക്കുന്നത്. അപ്പോൾ അധ്യാപകൻ പറയാണ്, ഇതൊന്നും വലിയ കാര്യമൊന്നല്ല, ഇതിനെക്കാട്ട് വലിയ കാര്യമായിട്ട് നമ്മൾ അതിലേറെ വേഗതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ കുട്ടി ചോദിക്കുകയാണ്, ഹൗ ഈസ് ദാറ്റ് പോസിബിൾ സർ? എങ്ങനെയാണ് അത് സംഭവിക്കുക? ആർ വി സ്റ്റിൽ നൗ? അതായത് നമ്മളിപ്പോ റെസ്റ്റ് തന്നെയല്ലേ, നമ്മളിവിടെ എങ്ങനെ സഞ്ചരിക്കാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എങ്ങനെ സഞ്ചരിക്കും എന്ന് പറയാം. അപ്പൊ സാറ് പറയാണ്, നോട്ട് അറ്റ് ഓൾ, നൗ വി ആർ ആൾസോ മൂവിങ്, നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, how do we know whether a body is in a state of motion or at a rest? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക ഒരു വസ്തു മോഷനിലാണെന്നോ അല്ലെ റെസ്റ്റിലാണെന്നോ? നോക്കാം, ഈ ചാപ്റ്ററിൽ അതാണ് ആദ്യമായിട്ട് പഠിക്കുന്നത്, റെസ്റ്റ് ആൻഡ് മോഷൻ എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഒരു ടേബിള്, അതിൽ കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. പാസഞ്ചർ ഇൻ എ മൂവിങ് ബസ്, ഒരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സാണ്. ആ ബസ്സിൽ കുറച്ച് ഒരു പാസഞ്ചർ ഉണ്ട്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ബസ്, ബസ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബസ്സിൽ ഇരുന്നുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ ബസ്സിൽ ഇരുന്നിട്ട് ബസ്സിലേക്ക് നോക്കും, ബസ് തന്നെ നോക്കുമ്പോൾ ബസ് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യോ? ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് റോഡ്, ഹി ഈസ് വാച്ചിങ് ദ റോഡ്, റോഡ് നോക്കുക, അല്ലെങ്കിൽ മരങ്ങളെ, പുറത്തുള്ള മരങ്ങളെ നിരീക്ഷിക്കുക. നിരീക്ഷിച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യും? വിത്ത് റെസ്പെക്ട് ടു റോഡ് ഓർ വിത്ത് റെസ്പെക്ട് ടു ട്രീസ്, ഔട്ട്സൈഡ് ദ ട്രീസ്. ഓക്കെ, അപ്പൊ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് ഈസ് അറ്റ് മോഷൻ, അതെന്ത് ചെയ്യും? മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലേ? എ ക്രൗ സിറ്റിംഗ് ഓൺ എ കൗ, ഓക്കെ, ഗ്രാസിംഗ് ഇൻ എ ഫീൽഡ്. അതായത് ക്രോ, അതായത് ഒരു കാക്ക പശുവിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അതൊരു പാഡി ഫീൽഡിൽ, അവിടെ നമ്മൾ ഒരു ഫീൽഡിൽ ഇരിക്കുകയാണ്, ഒരു പാടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു കൗ, കൗവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാക്ക എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ടോ? ഇല്ല. ദർ ഇസ് നോ മോഷൻ അറ്റ് ഓൾ, സോ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്രൗണ്ട്, വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, ആ ഫീൽഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ക്രോ ഈസ് അറ്റ് മോഷൻ, ക്രോ ഈസ് അറ്റ് മോഷൻ. ഓക്കെ, അടുത്ത് എ ചൈൽഡ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ്, ഒരു പാടത്ത് ഒരു കുട്ടി നിൽക്കുകയാണ്, എന്തായിക്കോട്ടെ ഇരിക്കുക. വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്? ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്, ഹി ഈസ് അറ്റ് റെസ്റ്റ്. വിത്ത് റെസ്പെക്ട് ടു സൺ, സണ്ണിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് സൂര്യൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ? നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് സൂര്യൻ എന്ത് ചെയ്യുന്നത്? നമുക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷെ എന്നാൽ സൂര്യൻ കറങ്ങുന്നില്ല എന്ന് പറയില്ല കേട്ടോ, സൂര്യനും വേറെ ഏതോ ഒരു വസ്തുവിനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇൻ ദിസ് കണ്ടീഷൻ ചൈൽഡ് ഈസ് അറ്റ് motion. Okay, state of motion. Next, a book on a rotating table, ഒരു റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടേബിളിൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ രണ്ട് ഇതാ കൊടുത്തത്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, സ്റ്റേറ്റ് ഓഫ് മോഷൻ. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു ടേബിൾ, വിത്ത് റെസ്പെക്ട് ടു ടേബിളിൽ അപേക്ഷിച്ച് ബുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? അറ്റ് റെസ്റ്റ്. വിത്ത് റെസ്പെക്ട് ടു ഫ്ലോർ ആണെങ്കിൽ എന്ത് ചെയ്യും? അറ്റ് മോഷൻ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഫ്ലോർ ആണെങ്കിൽ അറ്റ് മോഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതായത് വിത്ത് റെസ്പെക്ട് ടു എന്ന് പറയുന്നത് എന്തിനെ അപേക്ഷിച്ച് എന്ന് പറയുന്നത്, അതിനാണ് നമ്മൾ പറയുന്ന പേരാണ് റഫറൻസ് ബോഡി. ഓക്കെ, അപ്പൊ നേരത്തെ കേസിൽ കാക്ക പശുവിന്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ എന്താണ്? പശു എന്ന് പറയുന്നത് എന്താണ്? റഫറൻസ് ബോഡിയാണ്. കാക്ക അതല്ല, പശു എന്നത് റെസ്പോൺസ് ബോഡിയാണ്. അതുപോലെ ബസ്സിലൊരു കുട്ടി ഇരിക്കുന്നുണ്ട്,
അപ്പം റോഡിനെ അപേക്ഷിച്ച് എന്ന് പറയുകയാണെങ്കിൽ റോഡ് ഈസ് ആൾസോ റെഫറൻസ് ബോഡി, അല്ലെങ്കിൽ ബസ് ഈസ് ആൾസോ റെഫറൻസ് ബോഡി. എന്താണോ അപേക്ഷിച്ച് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു പറയുന്നത് അതാണ് റെഫറൻസ് ബോഡി. സോ ദ റെഫറൻസ് ബോഡി ഈസ് ദ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എ ഒബ്ജക്ട് ഈസ് ഡിസ്ക്രൈബ്ഡ്. ഈ റെഫറൻസ് ബോഡിയാണ് ആ വസ്തു മോഷനിലാണോ എന്താണ് ഈ റെസ്റ്റിലാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാലോ, നമ്മള് നേരത്തെ എന്തെങ്കിലും ഭൂമിയിൽ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു വിത്ത് റെസ്പെക്ട് ടു ദ ആക്സിസ്. ഭൂമിയുടെ ആക്സിസിനെ അപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഭൂമി കറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപകൻ പറഞ്ഞത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളും അതിവേഗത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭൂമി അത്രയും വേഗത്തിലാണ് സ്പീഡിലാണ് കറങ്ങുന്നത്, അതേ വേഗതയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത്. വിത്ത് റെസ്പെക്ട് ടു എർത്ത് ആണ് പറയുന്നത്. വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് ദി എർത്ത് ആയിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇത് അധ്യാപകൻ പറഞ്ഞത് വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് ദി എർത്ത് ഓർ ആക്സിസ് ഓഫ് ദി എർത്ത് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു എർത്ത് സർഫസ്, എർത്തിന്റെ സർഫസിൽ നിങ്ങൾ ഫ്ലോറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എന്താണ്, റെസ്റ്റ് ആണ്. ഓക്കെ, ഇതായിരുന്നു ആ അധ്യാപകൻ പറഞ്ഞതിലെ വ്യത്യാസം. അപ്പം കുട്ടി ചിന്തിച്ചത് എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ദ ഫ്ലോർ ആണ്, അഥവാ സർഫസ് ഓഫ് ദി എർത്ത് ആണ്. എന്നാൽ അധ്യാപകൻ പറഞ്ഞ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ദ ആക്സിസ് ഓഫ് ദി എർത്ത് ആയിരുന്നു പറഞ്ഞത്. ഓക്കെ, അത് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് അങ്ങനെ രണ്ടുപേർക്കും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള തോന്നലുകൾ ഉണ്ടായത്. അപ്പൊ ഇനി അടുത്തത് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇനി അങ്ങോട്ട് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും എല്ലാത്തിലും വേണ്ടതാണ്. അപ്പൊ 9ാം ക്ലാസ്സിലേക്ക് ഞാൻ വരുമ്പോൾ എന്ത് ചെയ്യില്ല, ഇതിന്റെ അത്ര ഡീപ്പിൽ ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾ അതിനനുസരിച്ചുള്ള ടോപ്പിക്കിനനുസരിച്ചേ എടുക്കുള്ളൂ. അപ്പൊ ഇവിടെ കറക്റ്റായിട്ട് നമ്മളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ അത്ര ഡീപ്പിൽ എടുക്കാറുള്ളത്. ഓക്കെ, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇതാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ എടുക്കാൻ പോകുന്നത് ഇനി നോക്കാം. ഒരു വീട്, ഒരു ഓഫീസും ഉണ്ട്. ഓക്കെ, ഇപ്പം ഒരാള് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോവാണ്. രണ്ട് വഴിയുണ്ട്. there are two ways. one is near ഹോസ്പിറ്റലിന്റെ സൈഡിലൂടെ പോകുന്നു. ആൻഡ് സെക്കൻഡ് വേ is near റേഷൻ ഷോപ്പിന്റെ വഴിയിലൂടെയും പോകുന്നുണ്ട് അല്ലെ. അപ്പം ഇവിടെ ദൂരം അഥവാ ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. ഡിസ്റ്റൻസ് ആദ്യം പറയുന്നു. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിയർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ 600 പ്ലസ് 300 എത്ര ഉണ്ടോ അതാണ് ഇതിന്റെ ദൂരം. നിയർ ഹോസ്പിറ്റലിലേക്ക് എത്രയാണ്, ഹോസ്പിറ്റലിലെ അടുത്തേക്ക് 600 മീറ്റർ. ആൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഓഫീസിലേക്ക് എത്രയാണ്, 300 മീറ്റർ. സോ 900 മീറ്റർ ആണ് ഇവിടെ സഞ്ചരിച്ച ഈ വഴിയിലുള്ള ദൂരം ഓർ ഡിസ്റ്റൻസ്. എന്നാൽ ഇതോ നിയർ റേഷൻ ഷോപ്പ് നോക്കാം. 660 മീറ്റർ ഇവിടെ ഓഫീസിൽ നിന്ന് എവിടേക്കുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന റേഷൻ ഷോപ്പിലേക്കുണ്ട്. അതുപോലെ 420 മീറ്റർ റേഷൻ ഷോപ്പിലേക്കുണ്ട്. ടോട്ടൽ 1080 മീറ്റർ ഇതിലുണ്ടാവും. 1080 മീറ്റർ ഇതിലൂടെ വഴിയുണ്ടാവും അല്ലേ. അപ്പൊ ഈ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഇതുവരെ നിയർ ഇതുവരെയാണെങ്കിൽ അത് സഞ്ചരിച്ച ദൂരം അല്ലേ. അപ്പം വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നിയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് 900. നിയർ റേഷൻ ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എത്രയായിരിക്കും, 1080 മീറ്റർ ആയിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഇതിലൂടെ നേരെ ഡയറക്റ്റ് ആയിട്ടും ഒരു എന്ത് ചെയ്യാം, ഡയറക്റ്റിലൂടെ ഒരു വഴി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു എന്താണ് ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് ഇവിടെ നിന്ന് നേരിട്ട് ഇവിടേക്ക് ഒരു വഴി ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് 480 മീറ്റർ ആണ് ഇതിന്റെ ദൂരം എന്ന് നമുക്ക് കണക്കാക്കാം അല്ലേ. സഞ്ചരിച്ച ദൂരം, ഇതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സഞ്ചരിച്ച പാതയുടെ നീളം, അതായത് സഞ്ചരിച്ചിരിക്കുന്ന പാതയുടെ നീളത്തെ കണക്കാക്കുന്ന പേരാണത് ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ഇതിപ്പോ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഡിസ്പ്ലേസ്മെന്റ് ആണ് പോകുന്നത്. ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം എന്ന് പറയാം. സ്ഥാനാന്തരം. സോ ഇതെന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥാനങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന അകലത്തെ പറയുന്ന പേരാണിത് സ്ഥാനാന്തരം.
അത് കൂടാതെ ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഏത് ഡയറക്ഷൻ എന്നും കൂടി നമ്മൾ പറയണം. ഏത് ഡയറക്ഷൻ എന്നും കൂടി നമ്മൾ എക്സ്പ്രസ് ചെയ്താലേ സ്ഥാനാന്തരം ക്ലിയർ ആവുള്ളൂ. ഓക്കെ, നോക്കാം. ഇവിടെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. എപ്പോഴും ഏതൊരു മാപ്പ് എടുക്കുമ്പോഴും എങ്ങനെയായിരിക്കും ഡയറക്ഷൻ കൊടുക്കുക. ഓക്കെ, ഡയറക്ഷൻ ഇങ്ങനെ ഉണ്ടാകുക. എന്നാൽ സ്കൈയിൽ പോകുമ്പോൾ, സ്കൈ മാപ്പിൽ പോകുന്ന സമയത്ത് നോർത്ത്, സൗത്ത്, ഇവിടെ വെസ്റ്റ്, ഈസ്റ്റിന്റെ സ്ഥാനത്ത് വെസ്റ്റും വെസ്റ്റിന്റെ സ്ഥാനത്ത് ഈസ്റ്റും ആയിരിക്കും ഉണ്ടാകുക. ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. സോ ഇത് അപ്പൊ ഈ ഡയറക്ഷനിലേക്കല്ലേ, വീട്ടിൽ നിന്ന് എവിടേക്കാണ്, ഓഫീസിലേക്കുള്ളതാണ്. ഡയറക്ഷൻ എങ്ങോട്ടാണ്? ടുവേർഡ്സ് ഈസ്റ്റ്. ഈസ്റ്റ് എന്ന ഡയറക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എന്താണ്, രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള അകമുണ്ട് അല്ലേ. വീട്, ഹൗസ്, ഓഫീസും തമ്മിലുള്ള ഇതുണ്ട്. അപ്പം ഏതാണ്, സ്ട്രെയിറ്റ് ഇതായിരിക്കും, കൂടുതലും സ്ട്രെയിറ്റ് ആയിരിക്കും. അതായത് സ്ഥാനങ്ങൾ തമ്മിലുള്ള ഡയറ്റ് ഉണ്ട്. അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതോടൊപ്പം ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ, എയറോ വെച്ചിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇത് 480 മീറ്റർ. ഇതാണ് എന്ത്, അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം. ഓക്കെ, എവിടെ, വീടും ഓഫീസും തമ്മിലുള്ള സ്ഥാനാന്തരം. എന്നാൽ വീട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുകയാണെങ്കിൽ എന്താ സ്ഥാനാന്തരം എന്തായിരിക്കും നോക്കാം. വീട്ടിൽ നിന്ന് പോയി സ്ഥാനങ്ങൾ തമ്മിൽ എന്തെങ്കിലും അകലമുണ്ടോ? വീട്ടിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്തായിരിക്കും? സ്ഥാനാന്തരം 0 ആയിരിക്കും. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇവിടെ എത്തല്ലേ. അപ്പൊ ഇവിടെ ഈ സ്ഥാനത്ത് നിന്ന് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഈ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ അവിടെ സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് 0 ആണ് കണ്ടീഷൻ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. അതായത് ഡയറക്ഷനിൽ പോയിട്ടുമില്ല. എന്നാൽ ഡിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, 600 മീറ്റർ, 300, 900, പിന്നെ അതാ ഇങ്ങനെ പോയിട്ട് 180 കൂടി വരും അല്ലേ. 180, 1980 ആയിട്ട് മാറും അല്ലേ. ഇങ്ങനെ ടോട്ടൽ 1980 മീറ്റർ ആയിട്ട് നമുക്ക് ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആ പൊസിഷനിൽ പോയിട്ട് തിരിച്ച് അതേമാതിരി പൊസിഷനിൽ എത്തുകയാണെങ്കിൽ, അതായത് പൊസിഷനിൽ പോയിട്ട് തിരിച്ച് ഇവിടേക്ക് എത്തുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. എന്നാൽ ഡിസ്റ്റൻസ് എന്താണ്, ഈ ടോട്ടൽ ലെങ്ത് പ്ലസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഈ ചിത്രത്തിലൂടെ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്റ്റൻസ് ഇതാണ് എൻ്റെ ഡെഫിനിഷൻ. ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ്. ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ്. പാത്ത് ഏതാണ്, ആ പാത്തിന്റെ ലെങ്ത്തിനെ പറയുന്ന പേരാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ പാത്താണ്. ഓക്കെ, ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻസ്. മാഗ്നിറ്റ്യൂഡും എന്താണ്, ഡയറക്ഷനും ഉണ്ടാവും. ഒരു ഡയറക്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ എന്തുണ്ടാവും, ഇന്ന ഡയറക്ഷനിൽ പോകുന്നു എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ എന്താണ്, മാഗ്നിറ്റ്യൂഡും അതിനുണ്ടാവും. ഓക്കെ, മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും. ഇറ്റ്സ് യൂണിറ്റ് ഈസ് മീറ്റർ. അപ്പൊ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റും എന്താണ്, മീറ്റർ തന്നെയാണ്. മീറ്റർ ആണ് അതിന്റെ രണ്ടിലും സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതിൽ പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൺലി മാഗ്നിറ്റ്യൂഡ്. എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. പിന്നെ ഡയറക്ഷനിലൂടെ തന്നെ പോകണമെന്ന് പ്രത്യേകം പറയുകയാണെങ്കിൽ അതെന്താണ്, ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇതൊക്കെ കൂടുതലും 9ാം ക്ലാസ്സിലേക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് വേറെ പഠിക്കാനുണ്ട്. അപ്പം കൂടുതലായിട്ട് ഇതിന്റെ കൂടുതലായിട്ട് പഠിക്കാം. ഓക്കെ, മുംബൈയിൽ 10ല് +1 +2 പഠിക്കാറുണ്ട്. ഓക്കെ, ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, നോക്കാം. വേറൊരു എക്സാമ്പിൾസ് ആണ് പറയുന്നത്. A stone thrown vertically upward travel to a height 6 meter and falls back to the hand. On the basis of above statement, complete the table. ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ടേബിൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ഒരു ചിത്രമുണ്ട്. ഈ ചിത്രത്തിൽ എന്താ പറയുന്നത്, ഇവിടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് വരച്ചാണ്. ഒരു സ്റ്റോൺ വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് എന്ത് ചെയ്യാണ്, എറിയാണ്.
ഈ ദൂരം എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. അത് ഇവിടുന്ന് ഇതുവരെ ഉള്ളത് 6 മീറ്റർ ആണ്. ആൻഡ് ഫാൾസ് ബാക്ക്വേർഡ് ഹാൻഡ്, അത് തിരിച്ച് എന്ത് ചെയ്യുക, നേരെ കയ്യിലേക്ക് വരുന്നു. അങ്ങോട്ട് ഇട്ടിട്ട് തിരിച്ച് കയ്യിലേക്ക് തന്നെ വരുന്നു. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ദ above statement complete the table. അതായത് നേരത്തെ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിന് എന്ത് ചെയ്യാണ്, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ നോക്കാം സിറ്റുവേഷൻസ്. when the stone reaches the topmost position, ടോപ്പ് പൊസിഷനിലാകുമ്പോൾ ഇവിടുന്ന് നേരെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്കും ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സ്റ്റോൺ എത്രയാണ്, ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇത്രയുള്ള ലെങ്ത് തന്നെയല്ലേ, ഇത് ലെങ്ത് എത്രയായിരിക്കും, ആ ലെങ്ത് ഇവിടെ എത്രയായിരിക്കും, 6 മീറ്റർ ആയിരിക്കും ഇവിടുത്തെ ലെങ്ത് അല്ലേ. ഇവിടുന്ന് ഇത് 6 മീറ്റർ ആണ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇതുവരെയുള്ള ലെങ്ത് എന്താണ്, 6 മീറ്റർ. അത് തന്നെയായിരിക്കും അതിന്റെ ഡിസ്റ്റൻസ്. ഓക്കെ, ആൻഡ് ആൾസോ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ്, ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ഒരു പൊസിഷൻ സ്ട്രേറ്റ് ലൈൻ അല്ല, നമ്മൾ ഇവിടുന്ന് സ്ട്രേറ്റ് ലൈൻ അല്ല പോകുന്നുള്ളൂ അല്ലേ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും ആണ്, സ്ട്രേറ്റ് ലൈൻ ആണ്. സോ എന്താണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, 6 മീറ്റർ തന്നെയായിരിക്കും. സെയിം കണ്ടന്റ് തന്നെ, ഒരേ പൊസിഷൻ ഇന്ന ഡയറക്ഷനിൽ പോകുന്നുണ്ട്, അപ്വേർഡ് എന്ന് പറയുന്നുണ്ട്, അപ്വേർഡ് ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ. രണ്ട് പൊസിഷൻ കറക്റ്റ് ആയിട്ട്, ഈ പൊസിഷൻ എ, പൊസിഷൻ ബിയിൽ എന്തുണ്ട്, മുകളിൽ കയ്യിൽ നിന്നും ഏറ്റവും ടോപ്പിലുണ്ട്, അതും പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, 6 മീറ്റർ. സോ ഈ കണ്ടീഷനിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും 6 മീറ്റർ ആണ്. എവിടെ, ഈ ടോപ്പ് മോസ്റ്റിൽ എത്തുന്ന സമയത്ത്. ഓക്കെ, എന്താണ് ടോപ്പ് മോസ്റ്റ് പൊസിഷനിലാകുന്ന സമയത്ത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും 6 മീറ്റർ ആണ്. അതായത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം തന്നെയാണ്. when the stone falls back in the hand, തിരിച്ച് കയ്യിലേക്ക് തന്നെ എത്തുകയാണെങ്കിൽ എന്ത് പറയാം, മുകളിൽ നിന്ന് പോയിട്ട് തിരിച്ച് കയ്യിലേക്ക് എത്തുമ്പം ഡിസ്റ്റൻസ് ട്രാവൽ എന്തായിരിക്കും, ഇവിടുന്ന് പോയിട്ട് ടോട്ടൽ ലെങ്ത് ആണല്ലോ ഡിസ്റ്റൻസ് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് എത്തുന്നത് 6 മീറ്റർ, തിരിച്ച് ഇങ്ങോട്ട് എത്തുന്നത് 6 മീറ്റർ. 6 + 6 എത്രയായിരിക്കും, 12 മീറ്റർ ആയിരിക്കും ഇവിടെ എന്തുണ്ടാകുക, ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ നേരെ മുകളിലെത്തിയാൽ 6 മീറ്റർ, തിരിച്ച് മുകളിലെത്തിയാൽ 6 മീറ്റർ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ നിന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, തിരിച്ച് പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ എത്തുന്നില്ലേ. അപ്പം ഇവിടെ നിന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും പൊസിഷൻ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ, ഇല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ് എന്തിനാകുന്നത്, ആ സ്റ്റോൺ വന്ന് പതിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, ഇവിടുത്തെ കണ്ടീഷനിൽ ഡിസ്പ്ലേസ്മെന്റ് 0. അതായത് ഒരു സ്ഥലത്ത് നിന്ന് പോയിട്ട് തിരിച്ച് അതേ സ്ഥാനത്ത് എത്തുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0. എന്നാൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ടോട്ടൽ ലെങ്ത് എത്ര ഉണ്ടോ അത് പ്ലസ് ചെയ്തിടുക. ഓക്കെ, ഇവിടെ 0യും ഇവിടെ 6 മീറ്റർ എന്ന് കൊടുക്കുക. ഇവിടെ രണ്ട് സ്ഥലത്തും 6 മീറ്റർ തന്നെ കൊടുക്കേണ്ടത്. ഓക്കെ, കണ്ടീഷൻ മനസ്സിലായല്ലോ. അപ്പൊ ഈ ചിത്രത്തിൽ നോക്കാം, അലോസ് ഈസ് യുവർ സ്കോർ 0 ടുഡേ. അപ്പോൾ ഒരു കുട്ടി ഒരു ബുക്കിൽ 0 എന്ന് എഴുതിയിട്ട് വരികയാണ്. അപ്പം കുട്ടീനോട് അമ്മ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ മാർക്ക് 0 തന്നെയാണോ, 0 ആണോ? നോ അമ്മ, ടുഡേ മൈ ടീച്ചർ തോട്ട് മീ ഡിസ്പ്ലേസ്മെന്റ്. See, this is the displacement that occurs to me when I went to school and came back. അതായത് നിങ്ങൾ ഈ കുട്ടി പറയുന്നത്, അല്ല എനിക്ക് ഇന്ന് ഡിസ്പ്ലേസ്മെന്റ് എന്നൊരു ടോപ്പിക് ആയിരുന്നു പഠിപ്പിച്ചത്. സാറ് പറഞ്ഞത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലെത്തിയിട്ട് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, 0 ആയാണ്. അതാണ് ഞാനിതിൽ എഴുതിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് അതേ വീട്ടിലേക്ക് എത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും, എവിടെ പോയിട്ട് തിരിച്ചെത്തിയാലും എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതായത് നിങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ട് നിങ്ങൾ അമേരിക്കയിലോ എന്താണ് ചൈനയിലോ അല്ലെങ്കിൽ വേറെ എവിടെ പോയി വന്നിട്ട് തിരിച്ച് ആ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചാൽ 0 ആണ്. പക്ഷെ ഡിസ്റ്റൻസ് എന്താണ്, അവിടെ എത്ര ദൂരം ഏതൊക്കെ ലെങ്ത് ഉണ്ടോ ആ ലെങ്ത് ഒക്കെ പ്ലസ് ചെയ്ത് ടോട്ടൽ ലെങ്ത് ആണ് അവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് മനസ്സിലായല്ലോ. നമുക്ക് അതിന്റെ കുറച്ച് കാര്യം കൂടി പറയാണ്ട്. While starting the displacement, it is necessary to indicate the direction along with the magnitude of the distance traveled. Okay, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനും ഉണ്ടായിരിക്കണം എന്നാണ്. എന്നാൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൺലി മാഗ്നിറ്റ്യൂഡ് മതി. ഓക്കെ, such physical quantities having both magnitude and directions are referred to as vector quantities. അതായത് ഒരു പ്രത്യേക ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിരുന്നു, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്
മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് നമ്മൾ പറയുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് കൂടുതലായിട്ട് പ്ലസ് വണ്ണിലൊക്കെ പഠിക്കാം. ഓക്കെ, വെക്റ്റർ ക്വാണ്ടിറ്റീസ് അതുകൂടെ വലിയ ക്ലാസ്സിലേക്കൊക്കെ വേണ്ടതാണ്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് പറയുന്ന പേരാണെന്ത്? വെക്റ്റർ ക്വാണ്ടിറ്റീസ്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് പ്രത്യേകമായിട്ട് എഴുതിയെടുത്ത് വെക്കണേ. ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓഫ് വിച്ച് ദ ഡയറക്ഷൻ ഈസ് നോട്ട് ടു ബി ഇൻഡിക്കേറ്റഡ് ആർ സ്കാലാർ ക്വാണ്ടിറ്റി. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ ഡയറക്ഷൻ പ്രതിപാദിക്കുന്നില്ല, ഓൺലി മാഗ്നിറ്റ്യൂഡ് ഈസ് ഇൻഡിക്കേറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? സ്കാലാർ ക്വാണ്ടിറ്റി. ഓക്കെ, അതായത് ഒന്നുകൂടി പറയാണ്, വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. എന്നാൽ സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഓൺലി മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഓൺലി മാഗ്നിറ്റ്യൂഡ് സ്കാലാർ ക്വാണ്ടിറ്റി, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഏതാണ്? വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇത് എന്തായാലും വേണേ, ഇനി അങ്ങോട്ടുള്ള എല്ലാത്തിലും വേണ്ടതാണ്. ഓക്കെ, ഇതാ ഒരു ചിത്രം, വീണ്ടും ഒരു ചിത്രം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഈസ് ഡിസ്റ്റൻസ് then a vector or a scalar quantity. Okay, now final questions നോക്കാം. On the basis of the information you have gathered, observed figure 9.4. അപ്പോൾ ഈ ഫിഗർ 9.4 അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഒരാള് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ജേർണി എ ആൻഡ് ഗോസ് ഡി ത്രൂ ബി ആൻഡ് സി ആൻഡ് കം ബാക്ക് ടു എ, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡയറക്ഷൻസ് എ ബി സി ഡി എന്നുള്ള ഒരു ഇതിൽ ഒക്കെ ഓരോ പാത്താണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീടാകാം, ഇവിടെ ഹോസ്പിറ്റലാകാം, ഇവിടെ ചിലപ്പം എന്താണ് വേറെ കടയാകാം, എന്താ ചിലപ്പോൾ ഇവിടെ എന്താണ് വേറെ ഏതെങ്കിലും ഒരു പ്ലേസ്, അതായത് ഷോപ്പിംഗ് മാളുകളൊക്കെ ആകാം. അപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ റൂട്ട് മാപ്പ് കണ്ടെത്തുന്നില്ലേ, അതേപോലെ തന്നെയാണിത് അല്ലേ? റൂട്ട് മാപ്പ് ഒരു റൂട്ട് മാപ്പാണ്. ഓക്കെ, അപ്പൊ നോക്കാം എ ബി സി ഡി എ അല്ലേ? നോക്കാം ഇവിടുത്തെ കേസിൽ ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. ചേഞ്ച് ഓഫ് പൊസിഷൻ ട്രാവൽഡ്, ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് ദി ട്രാവലർ. ഒരു ട്രാവലറാണ് പോയിരിക്കുന്നത് അല്ലേ? അതായത് ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ് ഓരോ പൊസിഷനിൽ എത്തുന്ന സമയത്ത്. വൈ റീച്ചിങ് എ അല്ല ബി, ബി എന്ന് പറഞ്ഞ പൊസിഷൻ എന്താണ്? എ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ബിയിലെത്തിയപ്പം അവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ് നോക്കാം. ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇവിടെ 60 മീറ്റർ ഉണ്ട്, എ നിന്ന് ബിയിലേക്ക് എത്ര 60 മീറ്റർ. അപ്പോൾ 60 മീറ്റർ തന്നെ. ഡിസ്പ്ലേസ്മെന്റ് സ്ട്രേറ്റ് ലൈൻ അല്ലേ? അപ്പോൾ എന്താണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 60 മീറ്റർ. 60 മീറ്റർ തന്നെയാണ് എന്ത് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്, 60. എന്നാൽ സിയിലെത്തുമ്പോൾ നോക്കാം, സിയിലെത്തുമ്പോൾ നോക്കണം അവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്? ടോട്ടൽ നേരത്തെ പറഞ്ഞ ഇതിൽ നോക്കുകയാണെങ്കിൽ എ നിന്ന് ബിയിലേക്ക് വന്ന് ബി നിന്ന് സിയിലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പോൾ 60 + 60 എത്രയായിരിക്കും? 120 ആയിരിക്കും ഇവിടുത്തെ ഇതുണ്ടാകുക ഡിസ്റ്റൻസ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്തല്ല, 120 അല്ല. ശ്രദ്ധിക്കണം, എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം എന്ത് വേണം? അതിൻ്റെ പൊസിഷനും പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ഈ രീതിയിലുള്ള ഇതിലൂടെ എന്താണ് എന്നൊരു ഡയറക്ഷനിലേക്ക്, അതായത് എ നിന്ന് സിയിൽ എന്ന ഡയറക്ഷനിലേക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇതല്ലേ? അപ്പോൾ എന്താണ്? 80 മീറ്റർ ആണ് നമുക്ക് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. 80 മീറ്റർ ആണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമ്മളെ എ നിന്ന് ബിയിലേക്ക് പോയിട്ട് എ നിന്ന് സിയിലേക്ക് വരുമ്പം എ നിന്ന് സിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് 80 മീറ്ററും എ നിന്ന് സിയിലേക്ക് ഉണ്ടായിരിക്കുന്ന ബിയിലൂടെ സിയിലേക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 120 മീറ്ററുമാണ്. ഓക്കെ, വയൽ ഡിന്റെ സ്ഥാനത്ത് നോക്കാം. ഡിന്റെ സ്ഥാനത്ത് എന്താണ് നോക്കാം? ഡിന്റെ സ്ഥാനത്ത് ഡി ആ വ്യക്തി ഡിയിലെത്തി. അപ്പോൾ ഡിയിലെത്തിയപ്പോൾ എന്താണ്? നമുക്ക് എ നിന്ന് ബിയിലേക്ക് പോയി, ബി നിന്ന് സിയിലേക്ക് പോയി, ഡിയിലേക്ക് പോയി അല്ലേ? ഡിയിലെത്തി. അപ്പോൾ നോക്ക് ഡിസ്റ്റൻസ് എത്രയാണ്? 60 + 60 + 30 അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? 60 + 60 120 + 30 = 150 മീറ്റർ. 150 മീറ്റർ ആയിരിക്കും ഡിസ്റ്റൻസ്. ഇവിടെ എന്താണ്? ഡിസ്റ്റൻസ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ മാത്രമാണ്. അതിന്റെ പൊസിഷൻ ഏത് ഡിയിലേക്ക് എന്നുള്ള എന്താണ് ഡയറക്ഷനും പറയാണ് അല്ലേ? അപ്പൊ അങ്ങനെയാണ് എ ഡി എന്ന് പറയുന്നത് എന്താണ്? 100 മീറ്റർ. 100 മീറ്റർ ആയിരിക്കും എന്തുണ്ടാകുക ഡി എന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോവുകയാണെ എ എന്ന പൊസിഷനിലേക്ക് തിരിച്ചെത്താണ്. എ എന്ന പൊസിഷനിലേക്ക് എ എന്ന് പോയിട്ട് തിരിച്ച് എയിലേക്ക് തന്നെ എത്താണ് അല്ലേ? അപ്പം 60 120 120 30 എത്രയായി?
150 പ്ലസ് 100 എത്രയായി 250 ആയിരിക്കും. എന്തുണ്ട് ഡിസ്റ്റൻസ് എത്രയാണ് 250, ഡിസ്റ്റൻസ് 250 ആൻഡ് ഡിസ്പ്ലേസ്മെന്റോ നോക്കാം അല്ലേ. ഇപ്പൊ എന്താ ഇവിടെ ഇങ്ങനെ പോയി തിരിച്ചിങ്ങനെ പോയി തിരിച്ചിവിടെ എത്തി അല്ലേ. ഇപ്പൊ എത്രയായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ആദ്യമേ പറഞ്ഞു എത്രയാണ്. അപ്പൊ എത്രയാ 250 ആണോ ഉണ്ടാകുക അല്ല. എന്താണ് 250 അല്ല. കാരണം എന്താ ഇത് പൊസിഷൻ ചേഞ്ച് വരുന്നുണ്ടോ. ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എവിടേക്കെങ്കിലും പോകുന്നു. ഏ തന്നെയല്ല നിൽക്കുന്നത്. പോകുന്ന തുടക്കത്തിലും എ ആണ്, തിരിച്ച് പോയി വന്നിട്ട് തിരിച്ച് എത്തി കഴിഞ്ഞാലും എന്താ എ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ടോ, പൊസിഷൻ ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ ഇല്ല. സോ ദർ ഈസ് നോ ചേഞ്ച് ഇൻ പൊസിഷൻ. സോ എന്താണ് അവിടെ എന്താണ് ഉണ്ടാകുന്നത് സീറോ ആയിരിക്കും. അപ്പൊ ഇന്ന് ഇത്ര മതി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Okay, thank you. Please watch, share, subscribe and click bell icon for further use. Thank you. Please follow our Telegram channel.